യാത്രി നിവാസിൽ മാർഗതടസ്സമായി ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിര. വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലുമുണ്ട് ബൈക്കുകൾ. അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്ന ഈ വാഹനങ്ങൾ മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് വ്യാപാരികളും യാത്രക്കാരും. താഴത്തെ ബസ് സ്റ്റാൻഡിലും ഇതേ ദുരവസ്ഥ തന്നെ. ഒരു റിപ്പോർട്ട്. പെരുമ്പാവൂർ യാത്രി നിവാസിലെത്തുന്നവർക്ക് ബസ് കാത്തു നിൽക്കാനും ബസ്സിൽ കയറാനും കഴിയാത്ത വിധമാണ് ഇരുചക്ര വാഹനങ്ങളുടെ ബാഹുല്യം. കടകളുടെ മുന്നിലും ഒഴിഞ്ഞ ഇടങ്ങളിലും മാർഗതടസ്സം സൃഷ്ടിച്ച് ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനങ്ങളിൽ മിക്കതും ഉടമകൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ്. വൈകിട്ട് അവർ മടങ്ങിയെത്തും വരെ ഈ വാഹനങ്ങൾ ഇവിടെ ഇരിക്കും. കടകളുടെ മുന്നിലും ബൈക്കുകളുടെ നീണ്ട നിരയുണ്ട്. ഇവ മറികടന്നു വേണം ആളുകൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രവേശിക്കാൻ. ശുചിമുറിയിലേക്കുള്ള പ്രവേശന ഭാഗത്തും ഇതുതന്നെയാണ് അവസ്ഥ. തൂണുകൾക്കിടയിലുള്ള ചെറിയ ഇടത്ത് പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ആരും നിയന്ത്രിക്കാനില്ല എന്നതാണ് ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് പെരുകാൻ കാരണം. താഴെയുള്ള മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഇതേ ദുരവസ്ഥയാണ്. പോലീസ് എയ്ഡ് പോസ്റ്റും മുലയൂട്ടൽ കേന്ദ്രവും അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾ കയ്യേറിയിരിക്കുന്നു. വ്യാപാരശാലകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ മുൻവശത്തേക്ക് പ്രവേശിക്കുവാൻ പോലും കഴിയാത്ത വിധമാണ് വാഹനങ്ങളുടെ നിര. നഗരത്തിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നതാണ് ഇതിനെല്ലാം കാരണം. ഇതിനൊരു പരിഹാരം കാണാൻ നഗരസഭാ അധികൃതർക്ക് കഴിയുന്നുമില്ല. പല ഭരണസമിതികൾ വന്നുപോയെങ്കിലും യാത്രി നിവാസിലും താഴത്തെ ബസ് സ്റ്റാൻഡിലും ഈ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. പോലീസും ട്രാഫിക് അതോറിറ്റികളും ഇതൊന്നും ശ്രദ്ധിക്കുന്നത് തന്നെയില്ല എന്നതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടും അവരും ഇക്കാര്യം തഴഞ്ഞ മട്ടാണ്. അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ എന്ത് ചെയ്യും എന്നാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.